CPM BJP ഡീൽ ഉണ്ട് എന്ന ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇന്ന് KC വേണുഗോപാൽ. കേൾക്കാം ആ ഇടിവെട്ട് ബൈറ്റ്. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായ. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. അതാണ് KC വേണുഗോപാലിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പിൽ CPMഉം BJPയും ഡീലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ACC ജനറൽ സെക്രട്ടറിയുടെ ആരോപണത്തിന് ഒരുപക്ഷെ വൈകാതെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് മറുപടി വന്നേക്കും. പാലക്കാട് CPMഉം BJPയും തമ്മിൽ എന്ത് രഹസ്യധാരണയാണെന്ന് കൂടുതൽ വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. വേറെ 1-2 സീറ്റുകളിലും കൂടി ധാരണയുണ്ട് എന്ന് KC വേണുഗോപാൽ തറപ്പിച്ച് പറയുമ്പോൾ ആ സീറ്റുകൾ എന്തൊക്കെ തരത്തിലുള്ള ധാരണകളാണ് എന്നാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത്. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട BJP നേതാക്കൾ ഒക്കെ പത്രിക സമർപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷൻ V മുരളീധരൻ, R ശ്രീലേഖ അടക്കമുള്ള പ്രമുഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ നേതാക്കൾക്ക് പിന്തുണയുമായി എത്തി. കഴക്കൂട്ടം, കാട്ടാക്കട, വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥികളെയൊക്കെ അദ്ദേഹം ആശീർവദിച്ചു. പത്രികാ സമർപ്പണ ചടങ്ങിൽ അവർക്കൊപ്പം നിന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 15 സീറ്റിൽ കൂടുതൽ നേടുമെന്നാണ് ഈ ഘട്ടത്തിൽ R ശ്രീലേഖയുടെ പ്രതികരണം. കേൾക്കാം ആ പ്രതികരണം. എൻ്റെ ആത്മവിശ്വാസം, ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇക്കുറി എന്തായാലും 15 സീറ്റ് എന്നാണ് പ്രതീക്ഷ കേരളത്തിൽ. അതിൽ മുകളിൽ പോയാലേ ഉള്ളൂ. എന്തായാലും തിരുവനന്തപുരത്ത് മിനിമം 3, തിരുവനന്തപുരം സിറ്റിയിലെ കോർപ്പറേഷൻ അതിർത്തിയിലെ മിനിമം 3 അല്ലെങ്കിൽ മുഴുവനും 4 ഞങ്ങൾ തന്നെ പിടിച്ചെടുക്കും. നല്ല സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വളരെയധികം അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും മടുത്തു, ഇടതും വലതും മടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയ മന്ത്രം തന്നെ അതാണ്, മാറാത്തത് മാറും, കേരളം ഇനി വളരണം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് V മുരളീധരൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, ആ സാഹചര്യമാണ് ഈ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കും. വളരെ ആത്മവിശ്വാസത്തോടെ. നിലവിൽ എങ്ങനെയൊരു മണ്ഡലത്തിന്റെ ഒരു പ്രചരണ പരിപാടികളൊക്കെ? മണ്ഡലത്തിലെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഞാൻ ചെയ്യുന്നത്. ഇന്നലെ കുടിവെള്ളം കിട്ടാതെ ആളുകൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി. അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. കാരണം ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് BJP തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിമറിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്ക് മുന്നിൽ ഉള്ളത്. BJP സംസ്ഥാനത്ത് 36 A ക്ലാസ് മണ്ഡലങ്ങളായി അവർ അതിനെ പരിഗണിച്ചിരുന്നു. അതിന് പ്രത്യേക പരിഗണനയൊക്കെ നൽകിയിരുന്നു. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ, വട്ടിയൂർക്കാവിൽ മുൻ DGP R ശ്രീലേഖ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, പൂഞ്ഞാറിൽ PC ജോർജ്, പാലയിൽ ഷോൺ ജോർജ്, അങ്ങനെ നിരവധി ആളുകൾ അവിടെ അണിനിരക്കുന്നു. ഇവർക്കൊക്കെ വലിയ വിജയപ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് പല നേതാക്കളും അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ ഉള്ള പ്രചരണം നടത്തും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 14.6% വിശർ, നമുക്ക് ഇന്ന് അവർ പലരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം.
അതോടൊപ്പം തന്നെ ഏകദേശം അവരുടെ വോട്ട് വിഹിതം ഞാൻ സൂചിപ്പിച്ചതുപോലെ 14.76% മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ വോട്ട് വിഹിതം വന്നപ്പോൾ അത് 23.58% വോട്ട് നേടാൻ പാർട്ടിക്കായി. ഗ്രാമപഞ്ചായത്തുകളിൽ 13.92% വോട്ടുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി 12.26% വോട്ടുകൾ നേടി. അപ്പോൾ ഇന്ന് പലയിടങ്ങളിലും അവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ BJP പ്രവർത്തകർ ആവേശത്തോടു കൂടിയാണ് വരുന്നത്. അതിൻ്റെ പല ദൃശ്യങ്ങളും നമുക്കുണ്ട്. ആ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണിക്കാം. ഒപ്പം ഇത് ചരിത്രപരമായ ഒരു മുന്നേറ്റം BJP നടത്തിയ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് 2016 BJP വലിയൊരു നേട്ടം കേരളത്തിൽ കൊണ്ടുവന്നു. അന്ന് ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലും BJPക്ക് മാത്രം 16.68% വോട്ട് ലഭിച്ചു. തൃശ്ശൂരിൽ അത് 37.8% വോട്ട് നേടാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി അവിടെ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും വിജയിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മണ്ഡലത്തിൽ അത് 35.52% വോട്ടാണ് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആറ്റിങ്ങലിലാകട്ടെ അത് 31.64% വോട്ട് നേടാൻ അന്ന് അവിടെ മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന് കഴിയുകയും ചെയ്തു. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ വോട്ട് വിഹിതം നോക്കുമ്പോൾ അത് കുറെ കൂടി വ്യത്യസ്തമായിരുന്നു. അത് 13.3% 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് 15.64% വോട്ടുകളാണ് ലഭിച്ചത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 10.53% വോട്ട് നേടാൻ കഴിഞ്ഞു. നേമം മണ്ഡലത്തിൽ ആദ്യമായി ഒരു അക്കൗണ്ട് തുറക്കാനും BJPക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ ഈ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് തറപ്പിച്ച് പറയുന്നൊരു നില LDF സ്വീകരിച്ചു. പിന്നീട് 2021 നേമത്തിലെ അക്കൗണ്ട് പൂട്ടിക്കാനും കഴിഞ്ഞു. പക്ഷേ കേരള ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു നേട്ടം 2016 BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ നേമത്ത് O രാജഗോപാൽ ജയിക്കുന്നു. 2021 3 മണ്ഡലങ്ങളിൽ 2011 3 മണ്ഡലങ്ങളിലാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നത്. അവിടെ നിന്നാണ് 7 മണ്ഡലങ്ങളിലേക്ക് 2016 ആകുമ്പോൾ രണ്ടാം സ്ഥാനത്തെത്തുന്നു. 9 ഇടങ്ങളിൽ നിർണായക ശക്തിയായി BJP മാറുകയാണ്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ കുറച്ച് മണ്ഡലങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് പ്രധാനമായും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടയിൽ നമ്മൾ കണ്ടത് തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, മണലൂർ, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ, ഇരിഞ്ഞാലക്കുടയിൽ ഒക്കെ നമുക്ക് ആ നേട്ടം BJP നേതാക്കൾ നേടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം പത്തനംതിട്ട മേഖലയിൽ കോന്നി, ആറന്മുള മേഖലയിൽ BJPക്ക് അവിടെ വോട്ട് നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം മറ്റ് പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് ശക്തമായൊരു സ്വാധീനമാകാൻ കഴിഞ്ഞു. മഞ്ചേശ്വരത്ത്, കാസർഗോഡ്, തൃശ്ശൂർ, അടൂർ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഇതൊക്കെ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് തന്നെ പറയാവുന്ന മണ്ഡലങ്ങൾ കൂടി ആണ്. അപ്പോൾ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ വരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു നീക്കം അവർ നടത്തുന്നു. ഇന്ന് അവരുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ അവർക്ക് വോട്ട് നൽകുന്നതിന് അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊക്കെ ഉള്ള ഒരു പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഗ്ലാമർ വർദ്ധിപ്പിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഇന്ന് നമുക്ക് പലയിടങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനൊപ്പം കാണാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.